നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ട് ഓക്കെ നമ്മളും ഉണ്ടെന്നും പറഞ്ഞ് ജോയിൻ ചെയ്യാൻ വന്നിട്ട് രണ്ടാൾക്കാരാണ്. പേര് പറഞ്ഞോ. എൻ്റെ പേര് അലൻസ്. എൻ്റെ പേര് അലക്സ്. ഞാൻ വിശ്വേഷ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പോഡ്കാസ്റ്റ് ഷോ കണ്ടിട്ട് എന്ത് തോന്നി? പോഡ്കാസ്റ്റ് ഷോ അടിപൊളിയാണ്. ഞങ്ങൾ വഴിക്കൂടെ പോയപ്പോൾ ഇവിടെ ഞങ്ങൾ ഇതിൽ വന്ന് ചേർന്ന് പെട്ടവരാണെന്ന് ഒരു വർക്കിനായിട്ട് വന്നതാണ് പോഡ്കാസ്റ്റ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞ്. പിന്നെ ഞങ്ങൾ ക്യൂരിയോസിറ്റിയാണ്. പിന്നെ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ഒരെണ്ണം ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ എടുക്കാന്നൊക്കെ പറഞ്ഞു. വിട്ടില്ല, ഇപ്പൊ തന്നെ എടുക്കാൻ പിടിച്ചിരുത്തിയതാ. ഒറ്റ മൈൻഡ്. അതെ, തീരുമാനിച്ചു ചെയ്യുന്നു. അതെ, 5 മിനിറ്റത്തെ ഒരു പ്ലാനിങ്. അല്ല, ഞങ്ങൾ ഈ ടോപ്പിക്ക് അരമണിക്കൂർ മുമ്പ് പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് ഐഡിയ ഉണ്ടായിരുന്നില്ല. അല്ല, വിശ്വേഷം കൊണ്ട് പറഞ്ഞു, ഈ ടോപ്പിക്ക് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് ഇത് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു ഇതിനെക്കുറിച്ച്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കേട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശേഷം പറഞ്ഞു, എന്നാൽ നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം, അതിൽ പറയാം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ചുമ്മാ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അല്ലല്ലേ ചേ? എങ്ങനെ വൈറലായി കഴിഞ്ഞാൽ സെലിബ്രിറ്റീസ് ഒക്കെ കഴിഞ്ഞാലോ അതെ അതെ, ലക്ഷക്കണക്കിന് വ്യൂസ് നടക്കണം. എന്തായാലും ആവും, ആക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് അൺഫിൽറ്റേർഡ്. അപ്പൊ ഇന്നാളെ എന്നിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞ വണ്ടി മേടിച്ചിട്ടാ. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പുതിയ കാർ എടുത്തു. അപ്പോൾ ആളുടെ ഫാദർ പറഞ്ഞു ചെറുനാരങ്ങയൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. അല്ല വെക്കൂലോ വണ്ടി ഇറക്കുമ്പോ നമ്മള്. അപ്പൊ ആള് പറഞ്ഞു ആക്സിഡൻസ് ഉണ്ടാവാണ്ടിരിക്കാനാണ് എന്ന് പറഞ്ഞു. അതൊരു ആചാരമാണല്ലോ നമ്മുടെ നാട്ടിലൊരു സ്ഥിരം. നമ്മളിപ്പോ പുതിയ പക്ഷെ അതിന്റെ ബേസിക് സെൻസ് എന്താണ്? അതിപ്പോ നമ്മള് അതിന് മുമ്പ് ഞാൻ പറഞ്ഞു വിശ്വാസമാണ്. ISR റോക്കറ്റ് വിടുന്നതിന് മുമ്പ് വരെ നമ്മളിപ്പോ ഇത് കഴിഞ്ഞിട്ട് എന്താ പ്രശ്നം? ഒരു വിശ്വാസമല്ലേ, വെച്ചോട്ടെ. അതിനിപ്പോ എന്താണ്? പക്ഷെ അത് എന്നിട്ട് വെച്ചില്ലേ, ആള് വെച്ചില്ല. ആള് മോൻ വെക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ വണ്ടി ജസ്റ്റ് ഒന്ന് ആക്സിഡന്റ് ആവും എന്തൊക്കെ ചെയ്തു. അപ്പൊ തന്നെ ഇറങ്ങി കഴിഞ്ഞു. അല്ല, ഒരു 1 വീക്കിനുള്ളിൽ ഇങ്ങനെ ഒരു മരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര നാളുണ്ടായിരുന്നില്ലല്ലോ. അത് കാരണം നമ്മള് വണ്ടി വാങ്ങിക്കുമ്പോഴാണ് ഇല്ലാത്ത മരങ്ങളും ഇല്ലാത്ത വളകളൊക്കെ ഉണ്ടാവും. വണ്ടി വാങ്ങിക്കുമ്പോഴല്ലേ നാരങ്ങ വെക്കണം. അപ്പൊ നമുക്ക് ഡ്രൈവിംഗ് എത്രത്തോളം അറിയൂ എന്നല്ല കാര്യം. നമ്മള് കാശുണ്ടാക്കൂ, വണ്ടി വാങ്ങിച്ചു, നാരങ്ങയാണ് കാര്യക്കണം. എഞ്ചിനീയർമാര് കൊല്ലങ്ങളോളം റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ നട്ടിന്റെ ബോൾട്ടിന്റെ സൈസ് വരെ ഡിസൈൻ ചെയ്തത് വണ്ടികളുടെ. അതിനേക്കാളും പവറാണ് നാരങ്ങയാണ്. ഇത്രയും വലിയ ടയറിൽ ഇത്രയും ചെറിയ നാരങ്ങ അറിയണ്ടോന്നാണ് ആ പവറുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് പക്ഷെ എന്താണ് ആ പവർ? അതെന്താണ് ആ പവർ എന്നാണ് ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യമാണ്. നമുക്കറിയാത്ത ഇഷ്ടം പോലെ അദൃശ്യമായിട്ടുള്ള ശക്തികളുണ്ട്. ഡൗട്ട്. ഇപ്പൊ വിദേശത്തൊക്കെ ഇങ്ങനെ ഉണ്ടോ ഈ നാരങ്ങ വെച്ചിട്ടാണോ അവരൊക്കെ? നമ്മുടെ ഒരു ബിലീഫ് അവിടെ ആക്സിഡൻസ് കൂടുതലായിരിക്കും. അപ്പോ പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സിൽ അത് ആവാൻ ചാൻസ് വളരെ കുറവല്ലേ? ഈ വിദേശ രാജ്യത്ത് നമ്മളെക്കാളും നല്ല റോഡുകളും നമ്മളെക്കാളും സ്പീഡിൽ പോണ വണ്ടികളും ഒക്കെ ഉള്ളതല്ലേ? അവിടെ ഒബ്വിയസ്ലി അവിടെ ആക്സിഡന്റ് കുറവായിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ടുള്ള അവരുടെ നല്ല റോഡ്, നല്ല റൂൾസ്, ഓടിക്കാൻ നല്ല ബോധമുള്ള ഡ്രൈവേഴ്സ്, റയർ കണ്ടീഷനിൽ ഡ്രൈവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ആക്സിഡൻസ് കുറവാണ്. പക്ഷെ നാരങ്ങ കൊണ്ട് ഒഴിവാക്കേണ്ട അത്ര തീവ്രത ഇല്ല അവിടെ. ഇവിടെ പക്ഷെ ഒടുക്കത്തെ തീവ്രതയാണ് ആക്സിഡൻസ്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് നാരങ്ങ വെച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെയാണോ ഈ നാരങ്ങ വെച്ച അവിടുത്തെ നില്ലാവും ആക്സിഡൻസ്? വിദേശത്തെ നില്ലായി കഴിഞ്ഞാൽ കൊറേ വ്യവസ്ഥകള്, സർവീസ് സെന്ററുകളൊക്കെ നാരങ്ങ വെക്കാണ്ട് ഓടിക്കണം. അതുകൊണ്ടായിരിക്കും ജോലി വേണ്ടേ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ വലിയ വലിയ വണ്ടിയുടെ ഒക്കെ ഫ്രണ്ടിൽ നാരങ്ങ കെട്ടി തൂക്കണല്ലേ? എപ്പോഴെങ്കിലും വേറെ ആൾക്കാര് ഊരി കൊടുക്കുക. പെട്ടെന്ന് ഒരു പോണ വഴിക്ക് ഒരു വണ്ടി ശീലം വന്ന സർവത്തടിക്കൽ അങ്ങനെ എന്തെങ്കിലും. അതല്ല, അതായിരിക്കും പെട്ടെന്നൊരു വണ്ടി ഒരു പോണ വഴിക്ക് ഇവിടെ നാരങ്ങ ഉണ്ടോ വണ്ടി എടുത്ത് ഒരു ഐശ്വര്യം വാങ്ങില്ല. നമുക്ക് കയ്യിലൊരു ഹാൻഡി എപ്പോഴും നാരങ്ങ വേണം. പക്ഷെ എന്തുകൊണ്ട് വേറെ നാരങ്ങ മാത്രം വേറെ എന്തൊരു ഫ്രൂട്ടോ ഒരു വെജിറ്റബിളോ യൂസ് ചെയ്യുന്നില്ല? അത് ചെറിയ വലിയ വലിയ സാധനം വെച്ച് സിനിമയിലുണ്ടല്ലോ മത്തങ്ങ വെച്ചിട്ട് സാധനം കെടുക്കാൻ പറ്റില്ലല്ലോ. വേറെ എന്തോ വെക്കേണ്ടി വരും. വേറെ എന്തോ ചെറിയ സാധനങ്ങളുണ്ട്. സവോള, നെല്ലിക്ക ഉദാഹരണം. കുറച്ച് കട്ടിയുള്ളതായിരിക്കും കുറച്ചും കൂടെ. ആപ്പിൾ എക്സ്പെൻസീവ് അല്ലേ? നീ എന്താ പറയുക? ആപ്പിളിന് നാരങ്ങ വെച്ച് കമ്പയർ ചെയ്യാൻ 4 ടയറിലേ ഉള്ളൂ. 4 ടയറിലും വെക്കണ്ടല്ലോ. ഫ്രണ്ടിൽ എല്ലാ ടയറും വെക്കും, ഫ്രണ്ടിൽ മാത്രം വെക്കാം.
കിലോ വാങ്ങിക്കേണ്ടി വരും. കിലോ അടിച്ചാലും തികയില്ല. കിലോ കണക്കിന് വാങ്ങിക്കേണ്ടി ആ വരും. മുറിച്ച് എങ്ങനെയുണ്ട് വേറെ എന്തുകൊണ്ട് ആലോചിച്ചോളൂ, എന്തുകൊണ്ട് ചെറുതായിരിക്കും ചക്ക വെക്കാം, ചക്ക വെച്ചാലോ? ചക്ക വെച്ചാൽ പ്രശ്നമുണ്ട്, സീസണിൽ മാത്രമേ ചക്ക ഉണ്ടാവുള്ളൂ. എല്ലാ സീസണിലെടുത്താൽ മതി. വണ്ടി പുതിയ വണ്ടികള് വൈ ലെമൺ അത് ഭാഗ്യം ശരിക്കും. നാരങ്ങ അത് ഭാഗ്യേ. അല്ലെങ്കിൽ ഇത് പണ്ട് തൊട്ട് ചക്കയോ മാങ്ങയൊക്കെ ആണെങ്കിൽ പെട്ടിക്കടയിൽ പോയാൽ കിട്ടും. കിട്ടും. Pineapple ബുദ്ധിമുട്ടിയാനെ. നമ്മൾ ജോക്സ് അപ്പാട്ട് നമുക്ക് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇതൊന്ന് ആലോചിച്ചാൽ എന്തായിരിക്കാം, ഇതെങ്ങനെ വന്നു എന്നൊക്കെ ഒന്ന് നമ്മൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്നപ്പോഴും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് പണ്ട് കാലത്ത് വണ്ടികൾ വരണേക്കും എന്തായിരുന്നു വണ്ടി? സഞ്ചരിക്കാൻ കാളവണ്ടി, കുതിരവണ്ടിയൊക്കെ ആയിരിക്കാം. അതെ, അങ്ങനത്തെ സാധനമൊക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ ചക്രം എന്തായിരുന്നു? മരത്തിന്റെ. അത് വണ്ടിയുടെ ചക്രം. അതല്ല, ശരിക്കും പവർ പ്രൊവൈഡ് ചെയ്യുന്നത് കാലുകളിലാണ്. ലാടടിച്ചിട്ട് വരും. അപ്പൊ ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നടക്കുമ്പോ കല്ലുകളൊക്കെ ഉണ്ടാവും. എന്നിട്ട് ആറിട്ട് റോഡോ റബ്ബറൈസ്ഡ് റോഡൊന്നുമില്ല. അപ്പൊ നടക്കുമ്പോ കല്ലുകൾ ഉണ്ടാവും, ചിലപ്പോ എന്തെങ്കിലും മുള്ളു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചവിട്ടിയിട്ട് കാലിലടിയിൽ കയറും, മുറിവ് വരും. ഈ കുതിരക്കായാലും കാളക്കായാലും എന്താ സംഭവം, ഒട്ടകായാലും എന്തായാലും മുറിവ് വരും. മുറിവ് വരുമ്പോ അതില് പിന്നെ അവർക്ക് നടക്കാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. കാല് പൊട്ടി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, അവർക്ക് നടക്കുക തന്നെ വേണം. അതിന്റെ യജമാൻ അല്ലെങ്കിൽ ഡ്രൈവർ എന്ന് പറയുന്ന ആള് കൊണ്ടുപോണ എത്തിക്കേണ്ട സ്ഥലത്ത് വരെ എത്തിക്കണം. ചെറിയ മുറിവൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് സാഹചര്യം ഇല്ല, വേറെ വഴിയില്ല, പറ്റൂ. ഇന്നത്തെ ഒരു വേറെ വണ്ടി കയറ്റി വിടാനൊന്നും പറ്റില്ല. അപ്പൊ എത്തിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെ പോകുമ്പോ വീണ്ടും ഒരു മുന്നിൽ കൂടെ നടക്കുമ്പോ ചെളി ഉണ്ടാവും, വേറെ മണ്ണ്, വേറെ ടെറൈൻ വരും. അപ്പോ പുഴുക്കളോ ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ നാരങ്ങ അന്ന് കാലത്ത് കുതിരേനെ കൊണ്ട് കാലുകൊണ്ട് ചവിട്ടി പൊട്ടിച്ചിരുന്നു. അതെന്താ വെച്ചാൽ നാരങ്ങയില് സിട്രസ് ഉണ്ട്, അതൊരു ആന്റി ബാക്ടീരിയൽ ആയിട്ട് പ്രവർത്തിക്കും. അപ്പോൾ കാല് പൊട്ടിയാലും അതിന്റെ നാരങ്ങയുടെ നീര് കാലില് അംശമായിട്ടുണ്ടാവും. വേറെ ഇൻഫെക്ഷൻ കാര്യങ്ങൾ വരാൻ ചാൻസ് കുറവാണ്, വളരെ കുറവാണ്. അന്ന് നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു കാര്യം, അന്നത്തെ മനുഷ്യരെ കൊണ്ട് പറ്റാവുന്ന ഒരു കാര്യം. അതൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് അന്ന് സയന്റിഫിക് റീസൺ ആയിരുന്നു അത്. ഇന്നതൊരു സയന്റിഫിക് റീസൺ അല്ല. അതെ, ടയറിന് പഞ്ചറാകുമ്പോ നാരങ്ങ വെച്ചിട്ട് കാര്യമില്ല, രക്ഷപ്പെടാം. അപ്പോ അന്നത്തെ കാലത്ത് ഒട്ടുമിക്ക കാര്യങ്ങളും സയൻസ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അന്ന് കൂടുതൽ മതപരമായിട്ട് കണക്ട് ചെയ്താലാണ് വിശ്വസിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഒരു വിശ്വാസം എന്ന പേരിൽ. പിന്നെ അത് മാത്രല്ല, അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നോളേജ്, ഇൻഫോർമേഷൻ ഒരു ചെറിയ സെക്ഷന്റെ മാത്രം ഒതുങ്ങിയ ഒരു സംഭവമായിരുന്നു. ആൾക്കാരിലേക്ക് ഇങ്ങനെ വിദ്യാഭ്യാസം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഇല്ല, പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ അത് ഒരു ഗേറ്റ് കീപ്പ് ചെയ്തിരുന്നു, എല്ലാവരിലേക്കും എത്തിയിരുന്നില്ല. അത് നമ്മൾ ജാതി വ്യവസ്ഥ എന്നൊക്കെ പറയുന്നതിന്റെ ഭാഗമായിട്ട് ഒരു എപ്പോഴും ഒരു അടിച്ചമർത്തപ്പെട്ട വിഭാഗം, അവർക്കൊന്നും കുറെ കാര്യങ്ങൾ എഡ്യൂക്കേഷൻ പോലും നമ്മുടെ നാട്ടിൽ വന്നിട്ട് എല്ലാവരിലേക്ക് എത്തിയിട്ട് 100 കൊല്ലം പോലും ആയിട്ടില്ല. എല്ലാവരിലേക്ക് എത്തിയിട്ട് ഇപ്പോഴും പൂർണ്ണമായിട്ട് ഇതില്ല പറയാം. നമ്മൾ ട്രൈബൽ ഏരിയാസിലൊക്കെ ഇപ്പോൾ സർക്കാരും ബാക്കി സംഭവങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇന്നും നമ്മളിപ്പോൾ 100% സാക്ഷരത എന്നൊക്കെ പറയണ്ടെങ്കിൽ പോലും ഇപ്പൊ അത് മാറിയെന്ന് തോന്നുന്നു. 100 ഇല്ലാന്ന് തോന്നുന്നു കേരളത്തിന്. ഇപ്പോ ഈ അടുത്ത് വെച്ച് അത് മാറിയായിരുന്നു. അപ്പൊ നമ്മുടെ നാരങ്ങയുടെ കാര്യം അതാണ്. ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള റീസൺ വെച്ച് തുടങ്ങിയതാണ്. അത് ഇപ്പോഴും ആൾക്കാരുടെ വിശ്വാസത്തിൽ അതൊരു ആചാരമായിട്ട് എന്ന് വെച്ച് നമ്മള് വേണ്ടെന്ന് പറയില്ല. അത് ചെയ്യുമ്പോ നമുക്കൊരു ധൈര്യമാണ്, ഒരു ധൈര്യം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. നമുക്കൊരു അതാണല്ലോ എല്ലാ അന്ധവിശ്വാസങ്ങളിലും പിന്നിലുള്ളതൊരു നമുക്ക് മനസ്സിലൊരു ധൈര്യമാണ്. അന്ധവിശ്വാസം എന്ന് തന്നെ പറയേണ്ടി വരും, കാരണം സയന്റിഫിക് റീസൺ ആയിട്ടുള്ള ഒരു സംഭവമാണത്. അതെ, പക്ഷെ അത് മറ്റേ വിശ്വാസമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ്. കോമഡി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ അന്ധവിശ്വാസികളല്ലായിരുന്നു, അവർ സയന്റിഫിക്കലി എന്ത് ചെയ്ത കാര്യങ്ങളാ ആൾക്കാർ ചെയ്യാൻ വേണ്ടിട്ട് വിശ്വാസത്തിന്റെ പുറത്തേക്ക് വെച്ചത്. അതെ, അതാണ്. ഇപ്പൊ ആർക്കും വിശ്വാസം വേണ്ട, എന്നാ സയൻസാന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല. അതാണ്, വിശ്വസിക്കൂല. ഇന്നാളെ ആരാണ് നമ്മളുടെ അടുത്ത് ആരോ പറഞ്ഞല്ലോ, വീട്ടിൽ അടിച്ചു വരാൻ പോയപ്പോ ഒരു ഫ്രണ്ടാണ്, പുള്ളിക്കാരി വൈകുന്നേരമാണ് ഇതൊക്കെ കഴിഞ്ഞ് സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അടിച്ചു വരാൻ തുടങ്ങിയ ഒടുക്കത്തെ ചീത്ത. വൈകുന്നേരമാണ് അടിച്ചു വരണേ, ലക്ഷ്മി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പുള്ളിക്കാരി സാധാരണ ചെയ്യാറില്ല, എന്തെങ്കിലും അവിടെ ഇംപ്രസ് ചെയ്യിക്കാന്ന് വെച്ചാൽ അടിച്ചു വാരിയതാണ്. ഒതിര ചീത്ത, വൈകുന്നേരമാണ് അടിച്ചു വരണേ, ലക്ഷ്മി ഇറങ്ങി പോകുന്നു പറഞ്ഞ്. അതാ ലക്ഷ്മിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ രാത്രി? ലക്ഷ്മി എന്ന് പറയുന്നത് ഒരു ഹിന്ദു മിത്ത് അല്ലെങ്കിൽ മിത്ത് എന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നം. അപ്പൊ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലാരും അല്ല. അതായത് ഒരു ഹിന്ദു കൺസെപ്റ്റ് പ്രകാരം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെ ഒക്കെ ഒരു പ്രതീകമായിട്ട് കാണുന്ന ഒരു ദേവി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസമാണ് ലക്ഷ്മി എന്ന് വെക്കുന്നത്. അപ്പോ വൈകുന്നേരം 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഇരുട്ടായാൽ അടിച്ചു വാരി കഴിഞ്ഞാൽ ലക്ഷ്മി പോകും എന്നാണ് പറയണത്. അതിന്റെ പേരിലാണ് പുള്ളിക്കാരിക്ക് ചീത്ത കേട്ടത്.
അങ്ങനെ കൊറേ സംഭവം ഉണ്ട്. ഈ നാരങ്ങയുടെ കേസ് പറഞ്ഞ പോലെ ഇതും. അതെന്താ, ഇതിന് വല്ല ഐതിഹ്യപരമായ എന്തെങ്കിലും കാര്യമുണ്ടോ? മറ്റേ വൈകുന്നേരം അടിച്ചു വരുമ്പോ മതപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ലക്ഷ്മി ഇറങ്ങി പോവും. അതല്ല, അതിന് വല്ല നമ്മളിപ്പോ മിത്തോളജിക്കൽ വല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇതിന്? ഇപ്പൊ പുരാണങ്ങൾ അങ്ങനെ എന്തെങ്കിലും കഥ അങ്ങനെ ഒന്നുമില്ല? കാശ് പോവും. ലക്ഷ്മി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഇതില് കാശാണ്. ഇത് നമ്മുടെ അസറ്റ് ആവാം, കാശാവാം. കാശ് കുറയും എന്നാണ് ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, വെൽത്ത് ആയിട്ട് കമ്പയർ ചെയ്യും. എപ്പോഴും നമ്മള് താമസിക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയിലും വെടിപ്പിലും സൂക്ഷിക്കണ്ടേ? അത് രാവിലെ സൂക്ഷിക്കാല്ലോ, രാത്രിയാണ് അടിച്ചു വരാൻ പറ്റുള്ളൂ. ആൾക്കാര് ഫ്രീ ആയ സമയത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ രാവിലെ അതിന് സമയം കണ്ടെത്തണം. പഴയ വീടുകളിലൊക്കെ രാവിലെ ഇപ്പൊ ഭാര്യയൊക്കെ ആണെങ്കിൽ രാവിലെ എണീറ്റ് മിറ്റടിച്ചു വരണ. ഇന്നത്തെ രാത്രിയാക്കാൻ നിക്കണം. ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഇപ്പൊ അങ്ങനെ പറ്റില്ലല്ലോ. ഇപ്പൊ ജോലി കഴിഞ്ഞാൽ വൈകുന്നേരം സമയം ഉണ്ടാവുക, ഈവനിങ്. ഇപ്പൊ രാവിലെ പോയാൽ മതി. രാവിലെ ഇപ്പോഴത്തെ ജനറേഷൻസ് അല്ല, ഇപ്പൊ എല്ലാവരും നൈറ്റ് ലൈഫാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നൈറ്റാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഉദാഹരണം നമ്മുടെ ചാലക്കുടി എടുത്ത് നോക്കി, ട്രാമേ റോഡ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് എപ്പോഴാണ്? ഉച്ചന് കാൽപ്പകലേക്കാണ്, രാത്രിയാണ്. വൈകുന്നേരമാണ് ഇവര് പുറത്തേക്ക് പോകണം. പിന്നെ വൈകുന്നേരം അടിച്ചു വരണം, രാവിലെ അടിച്ചു വരും. പുറത്തേക്ക് പോണേക്ക് മുമ്പ് ഇപ്പൊ ഉദാഹരണം ഇപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുളിക്കാൻ പോണേക്ക് മുമ്പ് മിറ്റൊന്ന് അടിച്ചു വാരിട്ട് കുളിക്കാം എന്നൊരു ഇതാണെങ്കിലോ. മിറ്റം മാത്രല്ല, വീടിന്റെ ഒക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണം രാത്രി അടിച്ചു വരണം, വല്ല അതൊക്കെ മിറ്റം മതി. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഓഫീസ് ടൈം 5 മണി കഴിഞ്ഞ് വീട്ടിലെത്തി, ജോലി കഴിഞ്ഞെത്തി, ആകാക്കൊന്ന് അടിച്ചു വാരി അത് തന്നെ അടിച്ചു വരാം. രാത്രി പറഞ്ഞോളൂ 5 മണിക്ക് വന്ന് ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ ആരായാലും ഞാനിപ്പോ ഉദാഹരണം കോളേജ് 5 മണി 6 മണി വരെ ലക്ഷ്മിക്ക് പ്രശ്നമൊന്നുമില്ല. 6 മണി അങ്ങനെ സൂര്യാസ്തമനം കഴിഞ്ഞ് അങ്ങനെ ഉള്ളതുണ്ടല്ലോ. ഇരുട്ടായി കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് പ്രശ്നമാണ്, പിന്നെ അടിച്ചു വരാൻ പാടില്ല. കാരണം ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതല്ല ഇരുട്ട്. സമ്മറിലൊക്കെ നമുക്ക് ഡേ ടൈം കൂടുതലാണല്ലോ. 7 മണി വരെ നല്ല വെളിച്ചുണ്ടാവും. 6:30 7 മണി വരെയൊക്കെ ഇരുട്ടായി കഴിഞ്ഞാൽ ഇരുട്ടാണ് പ്രശ്നം. സമയമല്ല അവിടെ പ്രശ്നം, ഇരുട്ടാണ് പ്രശ്നം. അപ്പൊ അതെന്തെങ്കിലും കാരണം ഉണ്ടാവണല്ലോ. അല്ലെങ്കിൽ സമയമാണെങ്കിൽ പിന്നെ കാരണമുണ്ട്. എന്നിട്ട് പുള്ളിക്കാരുടെ പ്രശ്നം സോൾവ് ചെയ്തത് അങ്ങനെയാ, കണ്ടുപിടിച്ചു കൊടുത്തു, വീട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തു. ലക്ഷ്മി എന്നല്ല സംഭവം. പിന്നെ അതായത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറണ്ടൊന്നും അധികം ഇല്ലല്ലോ. രാത്രി ആയി കഴിഞ്ഞാൽ മറ്റേ റാന്തലോ മണ്ണെണ്ണവിളക്കോ ഒക്കെ ഉണ്ടാവുള്ളൂ. എന്താ ഒബ്ജക്റ്റ്, അവിടെ കസേരയുണ്ട്, അവിടെ ഒരു കലവരിപ്പുണ്ട്, അങ്ങനെ കാണുകയുള്ളൂ. ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നില്ല. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്റെ ഒരു ഇമാജിനിൽ വലിയ വെട്ടമൊന്നും ഉണ്ടാവില്ല. ഈ സ്റ്റുഡിയോടൊക്കെ ഒരു ഇരുണ്ട പ്രദേശം പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ അങ്ങനത്തെ ഒരു സമയത്ത് രാത്രി വീണ്ടാകൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഇവരുടെ സ്വത്തുക്കൾ ഉണ്ടാവും. ചെറിയ വല്ല മൂക്കുത്തിയോ കമ്മലോ അങ്ങനത്തെ ചെറിയ അതെ, അവരുടെ ആ ഒരു ജനറേഷന്റെ വെൽത്ത് ആയിരിക്കും ഒരു മൂക്കുത്തി ഒരു കമ്മലൊക്കെ. നമ്മള് കളിയാക്കി പറയണതല്ല, അന്നത്തെ അവസ്ഥ അന്ന് 1 രൂപ 2 രൂപ എന്നൊക്കെ ഭയങ്കര വിലയുള്ള കാര്യമായിരുന്നു ആ സമയത്ത്, കറണ്ടൊക്കെ വരണേക്ക് മുമ്പ്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമൊക്കെ ചിലപ്പോ നിലത്ത് വീണ് പോയി കഴിഞ്ഞാൽ ഈ ഇരുട്ടത്ത് അടിച്ചു വരി കഴിഞ്ഞാൽ അതും കൂടെ അതിന്റെ പാട്ടിന് പോകും. അപ്പൊ ആ പോയതാരാ? അതാണ് ലക്ഷ്മി. അതാണ് സംഭവം. സമ്പത്ത്, ധനം, അതാണ് ലക്ഷ്മി. അതാണ് രാത്രി അടിച്ചു അത് പോകും എന്ന കൺസേണും കൊണ്ടാണ് ലക്ഷ്മി ഇറങ്ങി പോണതല്ല, നമ്മള് ലക്ഷ്മിനെ അടിച്ച് കളയണതാണ്. ചൂലും കൊണ്ട് നമ്മളായിട്ട് കൊണ്ട് കളയും. അപ്പൊ അതാണ് സംഭവം. അത് ഇപ്പോഴത്തെ കാലത്ത് പ്രശ്നമില്ല. ഈ പറഞ്ഞ ലൈറ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഇതുപോലെ തന്നെയാണ് സംഭവമാണ്. പിന്നെ ഇപ്പൊ ആരും ഇത്ര പേര് സ്വർണ്ണം ഇല്ല ഉള്ളതൊക്കെ ബാങ്കിലാണ്. അതുപോലത്തെ അതെ, നഖം ഇതുപോലത്തെ സംഭവം. എനിക്ക് കുറച്ച് ചീത്ത കേട്ടാണ്. എനിക്ക് അതുപോലെ ചീത്ത കേട്ട് കാരണം ഞാൻ എപ്പോഴും നമ്മള് വൈകുന്നേരം നമ്മള് വൈകുന്നേരം ആകുമ്പോ ഈ സംഭവം ഓർക്കുള്ളൂ. വൈകുന്നേരം നമ്മൾ ഈ സംഭവം ഓർക്കുള്ളൂ. അതെന്താണെന്നറിയില്ല, വൈകുന്നേരം ഓർക്കുള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെയാ. അപ്പൊ ആദ്യമൊക്കെ മറ്റേ വഴക്കേക്കും, രാത്രി നഖം വെട്ട. അപ്പൊ ഞാൻ ചെറുപ്പം ശരിക്കും ആലോചിച്ചിട്ടുണ്ട്, ഇത് എന്താണ് ഈ സംഭവം? നഖം വെട്ടിയപ്പോ എന്താ എപ്പോഴും വെട്ടിയാ പോരെ? നമ്മളങ്ങനെ ചിന്തിക്കണുള്ളൂ. മറന്നുപോയാൽ അടുത്ത ദിവസം പോലുണ്ടല്ലോ. അങ്ങനെയല്ല, നമ്മള് ഒരു കാര്യം ഇപ്പൊ ഈ ഇത് തന്നെ എടുക്കാം, ഒറ്റ മൈൻഡാണ്. അതുപോലെ ആയിരിക്കും ചിലപ്പോ. അപ്പൊ കൈ നെയിൽ കട്ടർ മുമ്പ് രാത്രി 8 മണിക്ക് കാണുമ്പോ അല്ലാണ്ട് വെട്ടാം. നമ്മൾ നഖം വെട്ടലോ നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യണ കാര്യങ്ങളല്ലല്ലോ. നമ്മളിപ്പോ നഖം വെട്ടാം, നഖം മറന്ന് വെട്ടാം ചെയ്യണം. ഓരോ ചെറിയ കാര്യത്തിലും പ്ലാൻ ചെയ്യണം എന്നായിരിക്കും കാരണവന്മാർ ഉദ്ദേശിച്ചത്. അതിന് ചീത്ത കേട്ട് നമ്മളെ പ്ലാനിങ് നന്നാക്കാൻ വേണ്ടിയാണ് ചെയ്യിപ്പിക്കണേ. നിങ്ങൾ നഖം വെട്ടണ കാര്യം പോലും പ്ലാൻ ചെയ്തിട്ട് വേണം. അത്രയും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ വലിയ വലിയ പ്ലാനിങ്സ് ഒക്കെ നിങ്ങൾ അടിപൊളിയായിരിക്കും. അതിനുള്ള ട്രെയിനിങ് അതാണ് നഖം വെട്ടണമെന്ന് പഠിച്ചു തുടങ്ങാം. അപ്പൊ വലിയ വലിയ പ്ലാനൊക്കെ ശരിയാവും. അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ പിന്നിലും ഇങ്ങനത്തെ ഒരു കാരണം ഉണ്ടാവണം. ഇരുട്ടായിരിക്കാം, ചാൻസ് വളരെ കൂടുതലാണ് ശരിക്കും. കാരണം വെളിച്ചത്ത് ചെയ്ത ഫസ്റ്റ് ബാൻഡേഡ് ഇല്ല.
പിന്നെ ഓടി ചെന്ന് കഴിഞ്ഞാൽ ക്ലിനിക്കുകളില്ല. ക്ലിനിക്കുകളില്ല. അന്നൊക്കെ വൈദ്യനെ വിളിച്ചോണ്ട് വരണമെങ്കിൽ ഓർഡർ. അതെ, എനിക്ക് തോന്നാൻ ശ്രമിക്കാറുണ്ടല്ലോ ആ സമയത്ത് ഏതെങ്കിലും വീട്ടില് ഇങ്ങനെ നഖം വെട്ടി പണി കിട്ടി കാണും. ഉണ്ടാവും. അത് കഴിഞ്ഞ പിന്നെ അവിടുത്തെ വീട്ടിലെ കറന്നവര് പറഞ്ഞു കാണുമ്പോൾ അവിടുത്തെ പിള്ളേരോടൊക്കെ ഇനി മേലാതല്ല ഈ പരിപാടി ചെയ്തത്. പണ്ടൊക്കെ നെയിൽ കട്ടറില്ലേ, കത്തിക കയറിക്കും. ആ അതും സംഭവമുണ്ട്. ബ്ലേഡ് കത്തിയൊക്കെ ചിലപ്പോ അതായിരിക്കും കാല് മുറിയ. അതായത് ഞാൻ എപ്പോഴോ വയസ്സായ ഒരു ചേട്ടനാട്ടോ കത്തി വെച്ചിട്ട് നഖം വെട്ടാറുണ്ട്. ചെറിയ കൃത്യം ഓർമ്മയില്ല. അത് അവര് അടിപൊളി രീതി നമുക്ക് കാണുമ്പോ പേടിയാവും ഇങ്ങനെ കൈ സാധനം. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പൊ ടെക്നോളജീസ് മാറിയില്ലേ. അതെ അതെ. പിന്നെ നഖമെട്ടിയുടെ ഒരു സോഫിസ്റ്റിക്കേഷൻ കത്തിക്കില്ല, ചാൻസസ് കൂടുതലാണ്, മുറിയാനുള്ള ചാൻസസ് കൂടുതലാണ്. കൈ പാളി കഴിഞ്ഞാൽ സ്റ്റിച്ച് ഒക്കെ ഇടേണ്ട അവസ്ഥ വരും. അതെ, നഖമെട്ടി കൊണ്ട് ഒരു പരിധി ഉണ്ടല്ലോ മുറിയണേല്, കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടല്ല, അതാണ് ലോജിക്കൽ റീസൺ. നെയിൽ കട്ടർ ഇല്ല, അതാണ്. കട്ടറും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ റാന്തലിന്റെ ഒക്കെ കൂട്ടത്തിൽ അത് എല്ലായിടത്തും റാന്തൽ ഉണ്ടാവില്ലല്ലോ എല്ലായിടത്തും. വീട്ടിലൊരു 2 എണ്ണയൊക്കെ അന്നും സ്പെയർസ് ആണ്, എല്ലാ സ്ഥലത്തൊന്നും ഇല്ല. ഭയങ്കര വെൽ ഓഫ് ആയ സ്ഥലത്ത് മാത്രമേ അന്ന് കൂടുതലും മണ്ണെണ്ണ റേഷൻ കടയിൽ മണ്ണെണ്ണയ്ക്ക് ഒരു തിന്നറൊക്കെ കൊടുക്കണത്. മണ്ണെണ്ണ ഇപ്പൊ എല്ലാ മാസവും ഇല്ലാന്ന് തോന്നുന്നു. എല്ലാ മാസവും ഇല്ല. കൂട്ടുകാരന്റെ റേഷൻ കടയിൽ തിന്നറ കൊടുത്ത മണ്ണെണ്ണയ്ക്ക് അതിലും മായം. അല്ല കത്തൂലോ, എന്തെങ്കിലും കത്തട്ടെ, കത്തണ്ട സാധനങ്ങൾ കത്തണില്ല പേരിന്. പിന്നെ നമ്മൾ E20 ഒന്നും പറയാൻ വേറെ വഴിക്കും, അതുകൊണ്ട് അങ്ങനെ കിടക്കണില്ല. അതും അടുത്ത ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെ, E20, E85, E100 പിടിക്കാം മൊത്തം പോട്ടെ. അതെ, കരിമ്പിൻ ജ്യൂസ് ഒഴിച്ച് വണ്ടി ഓടിക്കണം. ഗാലക്സി എടുത്ത് വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, അതിന്റെ അവസ്ഥ നാരങ്ങ വെച്ചിട്ടില്ല. ഞാൻ പറയാനുള്ള ബാക്കി. നാരങ്ങയുടെ വേറെ സംഭവം ഉണ്ട് വീട്ടില്, ബമ്പിൾ സ്റ്റാരിങ് ഉണ്ട്. നമുക്ക് നാളെ അത് വെച്ച് പവറാക്കാം. നാളെ വണ്ടി പുറത്തിറങ്ങി ബമ്പിൾ സ്റ്റാരിങ് വെച്ച് പറക്കാം. നമ്മളൊന്നും അലക്സി ബമ്പിൾ സ്റ്റാരിങ് വെച്ച് പറക്കാം. നാലിനെ വെക്കാം. നമുക്കിതില് പങ്കില്ല. ഇങ്ങനെയൊക്കെ വെട്ടിയോളൂ. അയ്യോ ധർമ്മജന്തോ എന്തോ കേറാണ്ടല്ലേ വണ്ടി അതുപോലെ സെറ്റ് ചെയ്യാം. നമുക്ക് നിന്ന് പോണോ കയറുമ്പോ ചെയ്യട്ടോ. അത് വേണ്ട, അതോട്ടെ. അതും പുതിയ വണ്ടിയാണല്ലോ. അതൊരു കൊല്ലത്തെ മേലെ ഓൾഡ് ഈസ് ഗോൾഡ്. ഞാൻ നാരങ്ങ വെച്ചു തോന്നുന്നു. അല്ല കടയിൽ ഇറങ്ങിയപ്പോ ഷോറൂമുകാർ തന്നെ തോന്നുന്നു. ആക്ച്വലി ഉണ്ടോ മേ ബി നമുക്ക് ട്രൈ ചെയ്തേക്കാം. ഷോറൂമുകാര് നിങ്ങളുടെ സേഫ്റ്റിക്കല്ല. ഈശ്വര, ഇത് ഈ അടുത്തൊന്നും പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരില്ലേ എന്തെങ്കിലും അവിടെ 4 നാരങ്ങ ഓറഞ്ച് വെച്ചോക്കാം. ഓറഞ്ച് തന്നെ, അത് ഞാൻ അതുകൊണ്ട് ജ്യൂസ് അടിച്ചാലും കുടിക്കാം. ഓക്കെ, നാരങ്ങയുടെ കേസ് ഞാൻ വേറെ സംഭവം ഇത് എക്സ്പീരിയൻസ് ആയിട്ട് കേട്ടിട്ടില്ല. അതായത് പറഞ്ഞു കേട്ടേക്കണ വാതൽമൊക്കെ നാരങ്ങ തൂക്കിയിടണുണ്ടല്ലോ, മുളകും മറ്റേ അങ്ങനെ കോർത്ത് തൂക്കിയിടും. ചില വണ്ടികളിലും പല ലോറികളിലൊക്കെ ഉണ്ടല്ലോ, ചില സൈറ്റുകളിൽ വീടുകളിൽ സൈറ്റ് അത് കണ്ണ് കിട്ടാണ്ടിരിക്കാൻ അങ്ങനെയുണ്ടാവുന്ന മറ്റേ മത്തങ്ങ നമ്മുടെ ഇവിടെ സൈഡ് പോയി കഴിഞ്ഞാൽ ഭയങ്കര മാവില, മാവിന്റെ അല്ല നാരങ്ങ കോർത്ത് വറ്റൽ മുളകോ അതിന്റെ എക്സ്പീരിയൻസ് ഒന്നും കേട്ടില്ല, അതുകൊണ്ട് കഥ പറയാനില്ല. സാധനം പറയാം, അതിന് വഴക്കേട്ടവരെ എനിക്ക് പരിചയമില്ല. എനിക്ക് പരിചയമില്ല, കണ്ടിട്ടുള്ളൂ. ഈ നാരങ്ങയുടെ കേസ് ലോറിയുടെ അടിയിലൊക്കെ സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കണം. ആക്ച്വലി തമിഴ്നാട് വണ്ടികളില് നോക്കി കഴിഞ്ഞാൽ പാണ്ടി ലോറികളും ഒക്കെ ലൈലാൻഡിന്റെ അത് മറ്റേ നേരത്തെ പറഞ്ഞ നാരങ്ങയുടെ ശരിക്കും കാണാം. ഇത് വാതൽമ തൂക്കിടണം അല്ല, നാരങ്ങ ടയർമേലല്ലോ ഇതുപോലെ മുളക് കാലം കണ്ടിട്ട് ഫ്രണ്ടില്. സൗത്ത് ഇന്ത്യ മാത്രല്ല കേട്ടോ, ഹോൾ ഇന്ത്യ പഞ്ചാബ് മറ്റേ നോർത്ത് ഇന്ത്യൻ ലോറികളിലും കാണാം. അവരെ ഫുൾ തുണികൾ കുറെ സംഭവങ്ങൾ ഇങ്ങനത്തെ നാരങ്ങ ബേസ്, മുളക് നാരങ്ങ, അതൊക്കെ. ഇത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ നാരങ്ങ സൂചി കൊണ്ട് കുത്തും നാരങ്ങയുടെ ഉള്ളിൽ കൂടെ. നൂല് കെട്ടിണ്ടോ, കോട്ടന്റെ നൂല് കെട്ടിയിട്ടാണ് കുത്തിയിട്ട് കോർത്തിട്ട് 3-4 നാരങ്ങയും മുളകൊക്കെ കോർത്തിട്ട് ആ നൂലോപ്പാടെയാണ് തൂക്കിയിടുക. അപ്പൊ ഇതെന്താ സംഭവം, നേരത്തെ പറഞ്ഞ പോലെ സിട്രസ് തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പൊ ഈ ആ നൂലുമ്മയ്ക്കൊക്കെ ഈ സിട്രസ് പിടിക്കും. അത് നിറച്ചിങ്ങനെ വാതൽക്ക് ഒരു വീട്ടിലേക്ക് കയറുന്ന വാതൽമ തന്നെ തൂക്കിയിടുമ്പോ വീടിന്റെ അകത്തേക്ക് പോകുന്ന കാറ്റ് ഇതുമ്പോ തട്ടിയിട്ട് പോവാം. ആന്റി ബാക്ടീരിയൽ അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് സംഭവം. അത് ഇപ്പൊ ഞങ്ങളുടെ ഹിന്ദു ഇതില് വെച്ച് നോക്കുമ്പോ ഓരോരോ പരിപാടിക്കൊക്കെ പോകൂലോ. ഇപ്പൊ മറ്റേ ബുക്ക് പൂജിക്കുക അങ്ങനത്തെ ഓരോ പരിപാടിക്കൊക്കെ ഓരോ വീടുകളിലൊക്കെ പോകുമ്പോ അവിടെ ഇങ്ങനെ മറ്റേ സ്റ്റിക്കർ തൂക്കിയിടണം. കട്ടലയുടെ മുകളില് മറ്റേ ഓണപ്പൂക്കളത്തിനൊക്കെ സ്റ്റിക്കർ അടിക്കുമല്ലോ, മാവേലിയുടെ ഒക്കെ സ്റ്റിക്കർ ചില്ലും പൊട്ടിക്കാൻ, അതേപോലെ സ്റ്റിക്കർ കട്ടൗട്ട് അങ്ങനെ ഒട്ടിച്ചേക്കും അതെല്ലാം പൊളിക്കാൻ.
എന്ത് സിട്രസ്, എന്ത് ആക്റ്റീവ് ഡ്രസ്, എന്ത് അത് പറഞ്ഞപ്പോഴാ നമ്മള് പണ്ട് കല്യാണങ്ങളിൽ പോകുമ്പോ ഈ കുടിക്കൊക്കെ പോകുമ്പോണ്ടത് ഈ നാരങ്ങ ഇട്ട പരിപാടിയാണ് വേണ്ട. അതെന്തിനത്? നാരങ്ങ വെള്ളത്തിലിട്ട് വെക്കുന്നതാണ്. അതല്ല, നമ്മള് ഈ കല്യാണ കുടിക്കൊക്കെ പോകുമ്പോ പോകുമ്പോ നാരങ്ങ തരണം കഴിക്കും. അത് ഛർദിക്കാൻ വരുമ്പോ മണക്കാൻ മണക്കാനായിരിക്കും. അതും അത്രേ ഉള്ളൂ. വണ്ടി വണ്ടിക്കല്ലേ പോണോ? എല്ലാം ഒരു എനിക്ക് മനസ്സിലായെന്നറിയോ, എല്ലാം ഒരു യൂട്ടിലിറ്റിക്ക് വേണ്ടി തുടങ്ങിയിട്ട് അവസാനം അതെല്ലാം ഛർദിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ എത്ര അങ്ങനെ വണ്ടിക്കടിയൊക്കെ എത്ര നാരങ്ങ ഉണ്ടാവും. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ സ്റ്റിക്കർ, ഇപ്പൊ ഇത് സ്റ്റിക്കറിന്റെ കാര്യം പറഞ്ഞ പോലെ ഇത് സെയിം ആണ് കോലത്തിന്റെ കാര്യത്തിൽ വന്നേക്കണേ. കോലം വരയ്ക്കേണ്ട എന്തിനാ ആൾക്കാർ ഇപ്പൊ ഫ്ലാറ്റിൽ സ്റ്റിക്കർ ഒട്ടിക്കുക. അത് വാതിൽക്കാണ് കോലം വരിക. പണ്ടെന്ന് പറഞ്ഞ ചാണകം മെഴുകും, നിലത്ത് മെഴുകും, എന്നിട്ട് അരിപ്പൊടിയോ കോലപ്പൊടി എന്നൊക്കെ പറയും. അരിപ്പൊടി തന്നെയാണ്. ഇപ്പൊ കോലപ്പൊടി എന്ന് പറഞ്ഞാൽ വേറെ പൊടി മേടിക്കാൻ കിട്ടും. അരിപ്പൊടി തന്നെയായിരിക്കും, ചവറടിപ്പൊടി ആയിരിക്കും ചിലപ്പോ. അരിപ്പൊടി കൊണ്ടാണ് കോലം വരിക. അതും ഇതേപോലെ ആന്റി ബാക്ടീരിയൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുമേക്ക് ഇൻസെക്ട്സോ മറ്റേ ഈച്ച, പ്രാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതുമേക്ക് വീണ്ടും അകത്തേക്ക് വരില്ല. അതും സയന്റിഫിക് സാധനങ്ങളൊക്കെ ആണെങ്കിൽ പോലും അതെ അതുമേക്ക് വന്നോളും. അത് മറ്റേ 7-ാം അറിവ് പടത്തിന്റെ ലാസ്റ്റ് പറയേണ്ടത് എൻഡ് ക്രെഡിറ്റ്സ്, ഇങ്ങനെ ക്രെഡിറ്റ്സ് പോകുമ്പോ സൈഡിലൊരു സീൻ വരും. അതില് പറയേണ്ടത് നമ്മളത് സയന്റിഫിക് ആന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിക്കരുത്. എല്ലാവർക്കും അടുത്ത തലമുറക്കേലും പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല, പക്ഷെ ചെയ്യണത് വൃത്തിയായിട്ട് ചെയ്യാം. ഇതുപോലെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു പണ്ടില്ല, ഞാൻ പണ്ട് കുർബാനയ്ക്ക് പോയപ്പോ ഒരു പ്രസംഗത്തില് ഒരു അച്ഛൻ പ്രസംഗം കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞൊരു സംഭവമാണ് ഈ തുളസിത്തറയുടെ കാര്യം. തുളസിത്തറ ഇത് തന്നെയാണ് നമ്മൾ മറ്റേ നേരത്തെ ഈ മുളകിന്റെയും ഇതിന് പറഞ്ഞില്ല, മറ്റേ നാരങ്ങ തൂക്കിയിടുന്നത്. അത് മടിച്ചു വരുന്ന കാറ്റ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മറ്റേ ഡിസിൻഫെക്റ്റൻ ക്വാളിറ്റീസ് ഉണ്ടെന്ന് പറയണ്ടല്ലോ. അതേപോലെ തുളസിത്തറയും തുളസിയും അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ വീടുകളിൽ വീടുകളിൽ മുന്നിൽ വെക്കണത് ഒരു ഭംഗിക്കോ അതൊരു ആർക്കിടെക്ചറോ അതിന് വേറെ എന്തെങ്കിലും മിത്തിക്കൽ സാധനം ഉണ്ടോ എനിക്ക് അറിയില്ല. സ്റ്റിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലെ സ്ഥാനമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ബേസിക്കലി ഇത് തട്ടി വരുന്ന കാറ്റ് നല്ലതാണ് കുറച്ചും കൂടെ. അതാണ് വാസ്തുവിൽ സ്ഥാനം പറയണേ. നേരെ വരണം എന്നാൽ കാറ്റ് നമ്മളവിടെ ഇരിക്കുമ്പോ ഇത് പക്ഷെ അങ്ങനെ വരണ്ടേന്ന് പറയുമ്പോ വാലടച്ചിടുമ്പോ അകത്തേക്ക് വരില്ല. നമ്മളും ഇല്ലല്ലോ അവിടെ. വാല് തുറന്നിടുമ്പോ വാലടച്ചടക്കുമ്പോ വരണില്ല, കാറ്റ് വരണില്ല, ഇൻസെക്ട്സും വരണ കാറ്റ് നല്ലതായിരിക്കണം. അങ്ങനെ അകത്തേക്ക് എൻട്രി ആവുന്നത് ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കണം എന്നാണ് ഞാൻ കേട്ടേക്കണേ. ഞാൻ പറയണേ, എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാർ ഇതെല്ലാം ചെയ്തത് അവര് അന്നത്തെ രീതി വെച്ചുള്ള അവരുടെ സയന്റിഫിക് സംഭവത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. അന്നത്തെ അവരുടെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവര് ഇതില് നാരങ്ങയില് സിട്രസ് ഉണ്ട്, അത് കാറ്റിങ്ങനെ തട്ടി വരും, ആന്റി ബാക്ടീരിയൽ ഫംഗ്ഷൻ. ഇതൊക്കെ എങ്ങനെ അവർക്ക് ചിന്തിച്ചെടുത്തത്? അത് ശരിക്കും നമ്മൾ ചിന്തിക്കണ കാര്യമാണ്. അത് ഇന്ന് നമുക്കറിയാം സിട്രസ്, ശരിക്കും അന്ന് സിട്രസ് ഒന്നും അത് അങ്ങനെയൊന്നും അറിഞ്ഞിട്ടായിരിക്കില്ല. അന്ന് നമ്മളെല്ലാം കണ്ടുപിടിച്ചത് വായിച്ചേക്കണ സാപ്പിയൻസിലൊക്കെ വായിച്ചേക്കണെന്ന് പറഞ്ഞാൽ നമ്മള് ട്രയൽ ആൻഡറായിരുന്നു. അപ്പൊ നമ്മളിപ്പോ പച്ചക്കറികൾ പലതും തിന്നാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായത് കുറെ ട്രയൽ ആൻഡറാണ്. കുറെ തട്ടിപ്പോയപ്പോഴാണ് നമ്മൾ മനസ്സിലായത്. പിന്നെ മൃഗങ്ങൾ കഴിക്കണത് കാണുമ്പോ മൃഗങ്ങൾ കഴിക്കണത് നമുക്കും കഴിക്കാൻ പറ്റും കുറെയൊക്കെ മനസ്സിലാക്കിയത്. ബോൺ ജനിക്കുമ്പോ തന്നെ കിട്ടുന്ന ഒരു കഴിവുണ്ട്. നമുക്ക് ആ സാധനമില്ല. നമ്മളത് നമ്മുടെ എക്സ്പീരിയൻസ് അവർക്കത് മണത്തട്ടോ എന്തെങ്കിലും ഇൻസ്റ്റിങ്ക്ട്. പട്ടി പൂച്ചയിലും കേടായ ഫുഡൊന്നും കഴിക്കില്ല. നമ്മളത് ട്രെയിൻ ചെയ്ത് പഠിക്കണതാ. നമ്മള് പാല് പിരിഞ്ഞു കുടിക്കുമ്പോഴേ അറിയുള്ളൂ. അല്ലെങ്കിൽ സംശയം ഉണ്ടെന്ന് വെച്ച് നോക്കിയാ ചിലപ്പോൾ പിടിക്കും, അറിയാണ്ടൊക്കെ ചിലപ്പോൾ എടുത്ത് കുടിക്കും. അതെ. ഇപ്പൊ പിന്നെ ഫൗൾ സ്മെല്ലൊന്നും നമുക്ക് എല്ലാ ഫൗൾ സ്മെല്ലും നമുക്ക് കിട്ടിയത് ഇപ്പൊ ഹോട്ടലിൽ ചീഞ്ഞ ഭക്ഷണം പിടിക്കുന്ന നമുക്ക് കേൾക്കാറില്ലേ. നമ്മൾ ആ ഹോട്ടലിൽ കഴിച്ചാൽ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല പലപ്പോഴും. പണി കിട്ടിയത് മനസ്സിലാവുള്ളൂ. ചിലപ്പോ ഹോട്ടലുകാർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പണിയും കിട്ടില്ല, അതിന്റെ പാട്ടിന് പോയിട്ട്. അതെ, പറഞ്ഞ പോലത്തെ കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ എവിടെയോ ഹോട്ടലിൽ നിന്ന് കുറെ ഭയങ്കര പഴയ ഫുഡൊക്കെ പിടിച്ചിട്ടുണ്ട്. ഷവർമ്മ ഫസ്റ്റ് മരണം ആ ഒരു സാധനം ഒരിടയ്ക്ക് അങ്ങനെയായിരുന്നു. ഈ കുറച്ചാൾ മുമ്പ് ഉണ്ടായിരുന്നു എന്തോ സീനെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് ടി വി വിഷക്കണക്കിനായിരുന്നു ഷവർമ്മയൊക്കെ. വിഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, അതായത് ഈ ഗ്രഹണ സമയത്തുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല, വിഷമാണെന്ന് പറയും. സൂര്യഗ്രഹണമൊക്കെ നടക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതില് വിഷമാണെന്ന് പറയും. ഗ്രഹണം നടന്നു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ വിഷമായി, പിന്നെ കഴിക്കാൻ പാടില്ല. ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊക്കെ വിഷമായി പിന്നെ കഴിക്കാൻ പാടില്ല. അതെന്താണോ അങ്ങനെ വല്ല കഴിച്ചോറ് മരിച്ചു അങ്ങനെ എന്തെങ്കിലും പണ്ട് എന്തെങ്കിലും മണി കിട്ടിന്റെ. അപ്പൊ വിറ്റാമിൻ ഡി കിട്ടുമ്പോ നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയയുടെ അത് കൂടെ ഗ്രഹണം അതല്ലല്ലോ. ഗ്രഹണത്തില് യു വി റൈസ് കൂടുതലാണ്. ഗ്രഹണത്തിലൊക്കെ നമ്മൾ നേരിട്ട് നോക്കാൻ പാടില്ല. രണ്ടാണോ എനിക്കറിയില്ല.
ഈ ഗ്രഹണം ഇത് സംഭവിക്കുമ്പോ കിട്ടുന്ന സാധനം എക്ലിപ്സ് ആണ് മെയിൻ ഉദ്ദേശിക്കണേ. ആ, ഇതും eclipse, രണ്ട് solar രണ്ടല്ലേ? eclipse ആണ് രണ്ട് രണ്ടാണോ? അല്ല ഇത് എടാ UV റേസ് നോർമലി ഉണ്ടാവാറുണ്ട് സണ്ണില്, അത് നമുക്ക് അത് പറ്റുന്നതാണ്. നമ്മുടെ ആ ഒരു ഓർബിറ്റിൽ ഒരുവിധം നിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ഈ സമയത്ത് കൂടുതലായിരിക്കുമല്ലോ. കൂടുതലായിരിക്കും. യു വി റേസ് ഭയങ്കര തീവ്രതയോടുകൂടി വരും. നമുക്ക് നേരെ നോക്കാൻ പോലും പറ്റില്ല, നമുക്ക് കണ്ണ് ഡാമേജ് ആവും അതിലോട്ട്. ഒരു പ്രാവശ്യം നോക്കിയ പ്രശ്നമൊന്നുമില്ല. നോക്കി കുഴപ്പമില്ല. പക്ഷെ ഞങ്ങള് നമ്മളൊക്കെ ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8-9 എങ്ങനെ സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടില്. അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിലൊക്കെ അന്ന് മറ്റേ ഒരു മിറർ വെച്ചിട്ട് ഭിത്തിയിലോട്ട് കാണിച്ചിട്ട് ഒരു സംഭവം, പിന്നെ എക്സ്റേ വെച്ച് നോക്കാം, കണ്ണ് വെച്ച് നോക്കാം, അതൊക്കെ വെച്ച് നോക്കാം. പിന്നെ ഞങ്ങളുടെ സ്കൂളിലൊരു കുട്ടി അന്ന് അങ്ങനെ നേരെ നോക്കിയിട്ട് അവരുടെ കണ്ണൊക്കെ ഭയങ്കര ബേണ്ടു, ഭയങ്കര ചുമന്ന് അങ്ങനെ സീനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭക്ഷണത്തിന്റെ സംഭവം ഈ യു വി റേസ് തന്നെ ആയിരിക്കും സംഭവം. എത്ര കൊല്ലം മുമ്പ് ഏത് കൊല്ലാന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഒരു 2012 എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി നമ്മുടെ ഇവിടെ ഗ്രഹണം പറയുന്നത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ വരുമ്പോഴൊക്കെ ഭയങ്കര ന്യൂസായിട്ട് വരാറുണ്ട്. ഇത് അടുത്ത് വേറെ എവിടെ ഒന്നും ഉണ്ടായില്ലേ? കഴിഞ്ഞ 2 ദിവസം മുമ്പ് കണ്ട് സ്പെയിനിൽ യൂറോപ്പില് സൂര്യഗ്രഹണം കണ്ടു എന്ന് പറയണു. ഓരോ ആസ്ട്രോ ബന്ധപ്പെട്ട് ഇരിക്കും. ഇതിൽ ചില ഭയങ്കര പാഷനേറ്റ് ആൾക്കാരുണ്ട്, അവർക്ക് കൃത്യം ഇനി 50 കൊല്ലത്തിൽ ഇനി എത്ര വരും ഇതൊക്കെ എന്ന് വരും. പിന്നെ പ്ലാനറ്റ്സ് അലൈൻ ചെയ്യണത് അങ്ങനെ അത് താല്പര്യമുള്ള ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വിഷയം. ഈ വിഷം അവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പണ്ട് ഫ്രിഡ്ജോ കാര്യങ്ങളൊന്നും ഇല്ല, ഒക്കെ തുറന്നു വെക്കുക, ജനലിന്റെ സൈഡിലൊക്കെ വെച്ചിട്ട് അതിലേക്കൊക്കെ യു വി റേസ് അടിച്ചിട്ടുണ്ടാവും. ഇന്ന് ഫ്രിഡ്ജുകളുണ്ട്, സീൽഡ് പാക്കേജില് ഫുഡുകളുണ്ട്. മറ്റേ സൂപ്പർ മാർക്കറ്റിലായാലും ഫുഡുകളൊക്കെ പ്രോപ്പർ സീൽഡ് ആണ്, റെഫ്രിജറേറ്റഡ് ആണ്. അതിലേക്ക് യു വി റേറ്റ് ഒന്നും അടിക്കൊന്നുമില്ല. സൺറൈസ് തന്നെ അടിക്കണില്ല, പിന്നെ സൺറൈസ് തന്നെ അടിക്കില്ല. അതാണ് നമ്മള് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വെച്ച് വിഷമില്ലാന്നല്ല, തുറന്നു വെച്ച് ഡയറക്റ്റ് അടിക്കണതില് കുഴപ്പമുണ്ടാവായിരിക്കാം. ഇത് പോയിസൺ ആവുന്നല്ല, ബട്ട് നമുക്ക് ആവശ്യമില്ലാത്ത റേസ് അതിൽ പതിച്ചുണ്ടാവാം. ശരീരത്തിന് അത്രയും നല്ലതല്ലാത്തത് അതിലുണ്ടാവും, ഉണ്ടാവായിരിക്കാം. അതായിരിക്കാം. ഇത് ഞാൻ കേട്ടിട്ടില്ല, പുതിയൊരു കാര്യം. ഇതും ഞാൻ കേൾക്കാത്ത ഒരു സാധനമായിരുന്നു. അത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, സ്കൂളിലൊക്കെ ഉള്ളപ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഗ്രഹണ സമയത്തായാലും വീട്ടില് പറയും പുറത്തേക്ക് ഇറങ്ങരുത്, അത് പുറത്തേക്ക്, അത് സൂര്യൻ നോക്കരുത്, അത് സൂര്യൻ നോക്കരുത് കുറെ കേട്ടിട്ടുണ്ട്. കേട്ട് പേടി സ്വപ്നായിരുന്നു, അറിയാണ്ടൊക്കെ നോക്കി പോയാലോ. പിന്നെ ക്യൂരിയോസിറ്റി ആണ്, നോക്കരുത് പറഞ്ഞാ നോക്കാൻ തന്നെ ഈ വെൽഡ് ചെയ്യണത് നോക്കരുതെന്ന് പറയും. അത് പറഞ്ഞപ്പോഴാണ് പണ്ടൊരു എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്താ, വീട്ടില് രാത്രി ഒരു ചേട്ടൻ വെൽഡ് ചെയ്യാൻ വന്നു. പപ്പ പറഞ്ഞു ആവശ്യമില്ലാത്ത പണിക്ക് നിക്കരുതെന്ന് പറഞ്ഞു. നമ്മളേത് ഇല്ലാന്ന് പറഞ്ഞു നോക്കെ ഇതൊക്കെ ഇതൊക്കെ ചേട്ടാ എനിക്കത് വെൽഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആളൊരു ധൈര്യം അടിച്ചോളാൻ പറഞ്ഞു. ആള് നമ്മളെ കളിയാക്കാൻ പറഞ്ഞതൊന്നും നമുക്കറിയില്ല. ഒരു വൈകിട്ട് 6:30 ആയി. അപ്പം പറയട്ട് വേണ്ട, പണി കിട്ടും. നമ്മള് പോടുന്നത് ഞാൻ അതൊക്കെ ഇപ്പൊ പുഷ്പ പോലെ എന്ന് പറഞ്ഞ റാഡൊക്കെ എടുത്ത് വരച്ച് അപ്പോഴൊന്നും കുഴപ്പമുണ്ടായില്ല. ആള് പണിയൊക്കെ കഴിഞ്ഞ് പോയി. അല്ല, പണിയൊക്കെ പോയി നമ്മള് ഫുഡൊക്കെ അടിച്ച് രാത്രി കിടന്നു. ഒരു വെളുപ്പിന് ഒരു 12 മണി 12:30 ആയിപ്പോ കണ്ണ് തുറക്കാൻ പറ്റില്ല, ഉറക്കാൻ പറ്റില്ല, വേദന കണ്ണ് തുറക്കാൻ പറ്റില്ല. ഇങ്ങനെ തുറക്കുമ്പോ കണ്ണ് വെള്ളം മൂടല് പ്രശ്നം, കരച്ചില് ബഹളായി. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കും, 9ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുമ്പോ ഒരു വെക്കേഷൻ ടൈമാണ്. 10ലേക്ക് ഒന്നെങ്കിൽ SLC കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ SLCക്ക് 9 വെക്കേഷൻ സമയത്ത് കഴിഞ്ഞ് രാത്രി കണ്ണ് കാണാൻ പറ്റുള്ള എങ്ങനെയൊക്കെ പോയി അപ്പനെ വിളിച്ചേൽപ്പിച്ച് കൊറേ ചീത്ത പറഞ്ഞു. രാത്രി ആശുപത്രി പോയി മരുന്നൊക്കെ വെച്ച് ഐസൊക്കെ വെച്ച് കാഴ്ച കിട്ടിയ വേറെ ഒന്നുമില്ല. പിറ്റേ ദിവസം ഒരു 12 മണിക്ക് ഓക്കെ ആവും. പക്ഷെ ആ സമയത്ത് ഭയങ്കര ഒരു റെഡി ആവുന്നറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങൾ, ഐസ് വെക്കല്, മരുന്ന് വയ്ക്കല്. പിന്നെ ഇപ്പൊ വെൽഡ് ചെയ്താലും എന്നായാലും വലിയ ഗ്ലാസ് ഒക്കെ വെച്ച് ആ വേദന ഇപ്പൊ എവിടെ വെൽഡ് ചെയ്താലും തന്നെ കണ്ണടഞ്ഞു. ഇല്ല, ഇപ്പൊ വെൽഡ് ചെയ്താലും ആര് വെൽഡ് ചെയ്താലും കണ്ണ് ഓട്ടോമാറ്റിക് അടയും. ഇല്ല, പക്ഷെ പിന്നെ നമ്മളിപ്പോ ശ്രദ്ധയുണ്ടാവും. നമുക്ക് ഒരു പണി കിട്ടി കഴിഞ്ഞാൽ ചിലരുണ്ട് പണി കിട്ടിയാലും ശ്രദ്ധ ഉണ്ടാവില്ല. ഇപ്പൊ വെൽഡ് ചെയ്യും, പക്ഷെ ഇപ്പോഴും വെൽഡ് ചെയ്യുമ്പോൾ നമ്മള് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു സേഫ്റ്റി ഇങ്ങനെയൊക്കെ നോക്കി അതിന്റെ ആവശ്യം മനസ്സിലായി. അതാണ് നമ്മള് മുകളില് പറഞ്ഞ നാരങ്ങയുടെ കേസൊക്കെ ആവശ്യം മനസ്സിലാവും. അങ്ങനെ ഒരു സംഭവം ഫ്രീ ആയി വെൽഡ് ചെയ്ത് നോക്ക്. നല്ല എക്സ്പീരിയൻസ് അല്ലേ?
ഏത് കണ്ണടിച്ച് പോണതാ? കണ്ണടിച്ചു പോകുന്നില്ല, എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് ഇതിന് മനസ്സിലായി. ഇനി അതിന്റെ ആവശ്യമില്ല. കണ്ണടിച്ചു പോകുന്നില്ല, ഒരു പെയിൻ, ചെറിയൊരു പെയിൻ, ചെറിയൊരു പെയിൻ. നമുക്കൊന്ന് വേദന അതെ, ഇനി വേദന എടുക്കാം, പുറത്തുനിന്ന് വേദന എടുക്കല്ല, ആവശ്യത്തിന് വേദന ഉണ്ട്. അതങ്ങനെ, അതും ഒരു എക്സ്പീരിയൻസാ. എങ്ങാനും വേദന എടുക്കുകയാണെങ്കിൽ മറ്റേ നല്ലൊരു ആൽമരം നോക്കാം, അതിന്റെ ചോട്ടിൽ പോയിട്ട് രാത്രി കിടന്നുറങ്ങാം. അങ്ങനെ കിടക്കാൻ പാടില്ല എന്നുള്ള കേട്ടേക്കണേ. അതാണ് ഞാൻ പറഞ്ഞത്, സോളാറ് മറ്റേ ഇതടിച്ചിട്ട് അത്ര വിഷമം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മള് ഒരു പെട്ടിയില് ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ചിരിച്ച് ആൽമരത്തിൽ നിന്ന് യക്ഷിയോ പ്രേതം എന്തെങ്കിലും ഉണ്ടോ വന്ന് നമ്മളെ രാത്രി നമ്മുടെ ജീവൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന സംഭവം എന്താ? നമ്മളവിടെ ഉണ്ടാവും, മറ്റേ സോള് ഇങ്ങനെ മുകളിൽ നിന്ന് വലിച്ചെടുക്കും, ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വലിച്ചോണ്ട്. ആൽമരത്തിൽ വലുതായതുകൊണ്ടാണോ യക്ഷികൾക്കൊക്കെ ആൽമരം താല്പര്യം? സ്പേസ് ഉണ്ട്, പിന്നെ വിരിഞ്ഞ് നിൽക്കാണല്ലോ. പാലൊക്കെ ട്രെൻഡ് ഔട്ടായി. ആ പാലേക്ക് പോയി. ഈ ആൽമരം പണ്ടേ ട്രെൻഡിങ്ങാ, ഈ മറ്റേ മരിച്ചു താഴെ കിടന്ന. പക്ഷെ ഞങ്ങൾ ആക്ച്വലി ഞങ്ങള് ഇങ്ങനെ വിശ്വസിച്ചിരുന്ന സമയത്താണ് സ്കൂളിൽ എപ്പോഴും പഠിച്ചത്. മറ്റേ ഓക്സിജൻ കുറവന്ന് അങ്ങനെ എന്തോ ഒരു സംഭവം. ഓക്സിജൻ ഉണ്ട്, ആൽമരം ഏറ്റവും രാത്രി ഓക്സിജൻ അല്ല അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്ത് കളയണമായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യൽ അങ്ങനെയാണ്. പകല് പ്ലാന്റ്സ് ഒക്കെ അങ്ങനെയാണല്ലോ ബേസിക്കലി, പകല് നേരെ തിരിച്ചു കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷെ ആൽമരത്തിന്റെ കേസിൽ പകല് ഈ പറയണ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, രാത്രി ഓക്സിജൻ വലിച്ചെടുത്തിട്ട് നമ്മുടെ ഓക്സിജനും കൂടി അത് വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്സിജൻ ഒന്നൂടെ നമുക്ക് അധികം വേണ്ടല്ലോ, ഒരാൾക്കുള്ള ഓക്സിജൻ ചോദിച്ചുള്ളൂ. ഇത്ര ആർത്തി കാണിക്കും, അതെ ചിലപ്പോ വല്ല നീലിയോ ചുണ്ണാമ്പുണ്ടായി വരും. ആലോചിച്ച് നോക്കി. അപ്പൊ ഒരു കാര്യം ചെയ്താൽ ഒരു ഡെപ്പില് ചുണ്ണാമ്പ്, ഒരു ഡെപ്പിൽ ഇത്തിരി ചോര, അതൊക്കെ ആൽമരത്തിൽ കിടക്കാൻ പോകുന്ന ആൾക്കാർ ഇത് കൊണ്ടുപോകേണ്ടി വരും. കൊണ്ടുപോകണം, വെറുതെ പറ്റുമോ? ചുണ്ണാമ്പല്ലേ ആ കോൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ആൽമരത്തിന് ചോട്ടി കിടക്കാൻ പോണ ആള് ഇത്തിരി ചുണ്ണാമ്പ് ചെയ്ത ചെറിയ പ്രശ്നമുണ്ട്, നാട്ടില് പ്രശ്നമാവും, അവര് പറയേണ്ടി വരും. പിന്നെ പെണ്ണ് വലിയ കിട്ടില്ല. അല്ല അപ്പൊ നാട്ടുകാരെടുത്ത് ഇയാള് പോവാണ് ആൽമരത്തിന് ഫോട്ടോസിന്തസിന് പോയാലും രാത്രി ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ അപ്പോഴും പറയും ഇതിനൊന്നും പണിയില്ല. ഫോട്ടോസിന്തസിസ് എത്ര തന്നെ സിന്തറ്റിക് ഡ്രഗ് ആണെന്നൊക്കെ ആയിരിക്കും. പോയി മറ്റേ ഫുള്ള് മരുന്ന് പോയി കിളിയൊക്കെ പോയി ആകതായിരിക്കും. വെറുതെ ആവശ്യമില്ലാത്ത പള്ളികള് ഇത് ഇന്ത്യ പണ്ടത്തെ ആൾക്കാർ ചെയ്തുള്ളൂ, ഇതൊന്നും പറയാൻ പോയില്ല. പ്രേതം പിടിക്കും കഴിഞ്ഞില്ലേ പറഞ്ഞൊക്കെ മനസ്സിലാക്കണം. ഭേദം ഇതാണ് ആണിയിലൊക്കെ തറക്കാനുള്ള എത്ര ആണികൾ വേറെന്താ കേസാണ്, ഇത്ര ആണികൾ പോയി വെറുതെ. എനിക്ക് മറ്റേ പണ്ടത്തെ സിനിമയിലൊക്കെ ഓർമ്മ, ആണി വലിച്ചൊരു മറ്റേ പുക വരുന്നത്, അങ്ങനെയാണ് യക്ഷി കാരണം. മറ്റേ ആകാശങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ഇത് വലിക്കുന്നു മറ്റേ പുക വരുന്നു, ചിലമ്പ് അതിനും ഇതേപോലെ എന്തെങ്കിലും സയന്റിഫിക് പരിപാടി ഉണ്ടാവും. ഒരു സീരിയലുണ്ടല്ലോ മറ്റേ കടമട്ടി കത്തന സീരിയലില്ലേ, അതിന്റെ പണ്ടത്തെ ഒരു ക്ലിപ്പ് മറ്റേ ലോകയൊക്കെ ഇറങ്ങി ഫേമസ് ആയിരുന്നു. മറ്റേ ഈ ഒരു യക്ഷിയാണ്, കല്യാങ്കാട്ട് നീലയാണ്. എന്നിട്ട് നീലിയുടെ മുടി ആരാ നോക്കി കൊടുക്കുക, ശരിക്കും സീരിയലിലെ സീനാണത്. അപ്പം മോളുടെ നെറുകയിൽ ഒരു ആണി അടിച്ചേക്കണേ, സീരിയലിൽ ശരിക്കും സീനാണത്. കല്യാങ്കാട്ടി വേഷം മാറി ജീവിക്കാണ് ഇവിടെ. അങ്ങനെ എങ്ങനെ എത്ര ആണികൾ പഠിച്ചു, ആണി ഉരാൻ മാത്രം പഠിച്ചു. യക്ഷിയാണ് പക്ഷെ ആണി ഉരാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇത്ര പവറുള്ള ഒരു യക്ഷി ആണിയിൽ നിറയ്ക്കുന്നു? കുത്തരങ്ങൾ പവറുള്ള ലേലൻഡിലോർ ഒരു നാരങ്ങ ഒന്നില്ലേ? അതെ അതാലോചിക്കണം. റോക്കറ്റ് ബൂട്ടിൽ വെച്ചിട്ട് നാരങ്ങ വിടറേ, നാരങ്ങ ടിക്ക. നാരങ്ങയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാരങ്ങ ഒന്നും ഇല്ലാണ്ട് നാരങ്ങ അടിപൊളി, അച്ചാറൊക്കെ സൂപ്പറാ. അച്ചാറ് തിന്നണ ഇത് ജീവന്റെ കാര്യ, മോർ ഇമ്പോർട്ടന്റ്. എനിക്ക് ഇമ്പോർട്ടന്റ് ഫുഡിന്റെ കാര്യത്തില്, ഫുഡിന്റെ കാര്യത്തിലുണ്ട്. അതായത് നമ്മളെന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ പണ്ടുള്ളവര് പറയും തൈര് യോഗട്ട് ഒക്കെ ഉണ്ടല്ലോ, അത് ഒരു സ്പൂൺ, പിന്നെ ഒരു പഞ്ചസാര ഒരു സ്പൂൺ ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയാൽ നമ്മൾ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ എന്ത് ഉദ്ദേശിച്ച കാരണത്തിനാണോ പോകുന്നത് ഭംഗിയായിട്ട് നടക്കും, ഒരു തടസ്സമില്ലാണ്ട് ഭംഗിയായിട്ട് നടക്കും. അത് അങ്ങനത്തെ ഒരു വിശ്വാസമുണ്ട്. ഞാൻ അടുത്ത ആഴ്ച ഞങ്ങൾ മറ്റേ റെക്കോർഡിങ്ങിന് വരുമ്പോ ഒരു തൈര് ഒരു സ്പൂൺ പഞ്ചസാര നമുക്കൊരു പോഡ്കാസ്റ്റ് കഴിക്കാം. ആക്ച്വലി
പഞ്ചസാര പിന്നെ ഇരിപ്പുണ്ട് അപ്പുറത്ത്. പഞ്ചസാര പറ്റില്ലല്ലോ, ഇത് വേണ്ടേ? കട്ട് ചെയ്തിട്ട് പോയി കഴിച്ചിട്ട് തൈര് വേണ്ടേ? തൈരില്ല. ഇപ്പളാ പറയണേ ഉച്ചക്ക് ലാസ്റ്റ് പോയിന്റ് എഴുതി അല്ലേ? ഫസ്റ്റ് എഴുതണായിരുന്നു. നമ്മൾ ഉച്ചക്ക് മയോണൈസ് നമ്മള് അതിനോട് സംസാരിച്ചു, പക്ഷെ തൈര് പോലത്തെ സാധനമല്ല, തൈര് തൈര് പോലത്തെ രാവിലെ വന്നപ്പോ ഞങ്ങൾ മയോണൈസ് കഴിച്ചിട്ടത്. അത് പോരാ, തൈര് കഴിക്കണം. നല്ല കാര്യത്തിന് ഇറങ്ങണേക്ക് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ച് ഇറങ്ങണേക്ക് മുമ്പ് തൈരും പഞ്ചസാരയും ഒരു സ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ സംഭവമൊക്കെ ഭംഗിയായിട്ടാണ്. നെക്സ്റ്റ് ടൈം അലക്സ മറക്കരുത്, നെക്സ്റ്റ് ടൈം തൊട്ട് തൈരും ഇതിന്നായിരിക്കും കാഡ്ബറിക്കാര് മധുരം കഴിക്കും. നല്ല കാര്യത്തിന് ചിലപ്പോ അതിനായിരിക്കാം ആഡ് ഏജൻസി കിട്ടിയത്. അത് വേണ്ട, അതൊക്കെ കഴിക്കാൻ പറയുമ്പോൾ ഇപ്പോഴും നമ്മളിങ്ങനെ ഒന്ന് നമ്മള് ഫുഡ് കഴിച്ചിട്ട് പണിയെടുക്കരുത്. പണിയെടുക്കാൻ വേണ്ടിട്ടല്ലേ ഫുഡ് കഴിക്കണേ? റെസ്റ്റ് വേണ്ടേ? റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഫുഡ് കഴിക്കണേ. ഇറങ്ങരുത് ഉദ്ദേശിച്ചത്. ഫുഡ് കഴിക്കണതല്ല, ഈ തൈരും പഞ്ചസാരയുടെ കേസ് നമ്മൾ ഇറങ്ങണേക്ക് ഇന്ന എത്ര മണിക്കൂറും അങ്ങനെ ഒന്നും ഉണ്ടാ. മരുന്നാ പറയാൻ പറ്റില്ല, പണ്ടത്തെ കാര്യങ്ങളല്ലേ. രാവിലെ ആയിരിക്കും എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങാം. രാവിലെ നമ്മൾ ഒബ്വിയസ്ലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂലോ, കഴിച്ച ഉടനെ ആയിരിക്കും ഇറങ്ങാം. അതിന്റെ ഇടയിൽ പുട്ടും പഞ്ചസാരയും കഴിച്ചാ പിന്നെ പഞ്ചസാര കഴിക്കണം, പിന്നെ പഞ്ചസാര ഫോണില്ല, വീട്ടിലിരിക്കണേ അത് മതി. അല്ല പിന്നെ തൈര് മാത്രം മതിയോ അതോ പിന്നെയും പഞ്ചസാര കഴിക്കണോ? നമ്മൾ രാവിലെ ഇഡ്ഡലിയും പഞ്ചസാരയും കഴിച്ചു, തൈര് മാത്രം കഴിച്ചാൽ മതിയോ? മതിയോ? അതൊരു ചോദ്യമാണ്. പിന്നെ ഇഡ്ഡലിയിൽ തൈരും കൂടെ ഒഴിച്ചോണ്ട് ഇതിന്റെ കാരണം എന്താ ശരിക്കും? ജോക്സ് അപ്പാർട്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, കാരണം പറഞ്ഞില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ചോദ്യം മാത്രം ചോദിക്കാറുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാ, അതായത് തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയറിന് ഒരു തണുപ്പ് കൊടുക്കുന്ന ഒരു സാധനമാണ്. അതിലും കുറെ നല്ല ബാക്ടീരിയാസ്, ഗുഡ് ബാക്ടീരിയാസ്, ഗട്ടിന് ആവശ്യമുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ അത് കഴിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം അതിലെന്തെങ്കിലും പുളിച്ചു കേട്ടാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ദഹനത്തിന് പ്രശ്നം വരാനുള്ള എന്തെങ്കിലും ഫുഡോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് തടയോടെ. അപ്പോൾ തൈരിനോണ്ട് അതാണ് ഗുണം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഭക്ഷണം പ്രശ്നമായിട്ട് പോണ സ്ഥലത്ത് നമ്മൾ ടോയ്ലറ്റ് തപ്പി കിടക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ വയറുവേദനയോ അസ്വസ്ഥതയോ വന്ന് നമുക്ക് ആ കാര്യത്തിലേക്ക് ചിലപ്പോൾ ഫുള്ളി ഇൻവോൾവ് ആവാൻ പറ്റില്ല. അപ്പൊ അതാണ് ഉദ്ദേശ കാര്യം നടക്കില്ല എന്ന് പറയണത്. അപ്പൊ തൈര് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, വയറവിടെ സേഫ് ആയി. നമ്മള് ഇപ്പൊ കയ്യിനോ കാലിനോ വേദന ഉണ്ടെങ്കിലും ചെയ്യണപടി എങ്ങനെയല്ലോ ഒപ്പിച്ച് വയറ് അസ്വസ്ഥതയോ ഒന്നുമില്ല, മൂഡ് ഔട്ട് ആവും. നമ്മള് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ജസ്റ്റ് എവിടെയെങ്കിലും പോയാൽ ഇരിക്കുക, അറ്റൻഡൻസ് കൊടുക്കാം, എന്നാലും ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല അവിടെ. അപ്പൊ അതാണ് തൈര് കഴിച്ചത് നല്ലതെന്ന് പറഞ്ഞത്. ഈ പഞ്ചസാരയുടെ കേസിൽ വരികയാണെങ്കിൽ ഗ്ലൂക്കോസ് ആണത്, ഒരു അതെ അത് കിട്ടും. അത് ഇങ്ങനെ തളർന്നൊടിഞ്ഞ് എവിടെയും പോയി ഇരിക്കൊന്നുമില്ല, ഒരു ഉന്മേഷം ഉത്തേജനം ഒക്കെ ഉണ്ടാവും. ഉത്തേജനം നല്ല ഒരു ഉന്മേഷം ഉത്തേജം വേണ്ട. തൈര് കഴിച്ചാൽ മതി, ഇത്തിരി ക്ഷീണമാവാം. ഷുഗർ ഉള്ളവര് ഷുഗർ കഴിച്ചാൽ പരിപാടി മുടങ്ങും. അശോകൻ ഇത്തിരി ക്ഷീണമാവാം, കുഴപ്പമില്ല. അല്ല പഞ്ചസാര കഴിക്കണ്ട, ശർക്കര അല്ല തൈര് കഴിച്ചാൽ മതി. പണ്ടത്തെ കാലത്ത് ഷുഗർ അതെ, പണ്ട് ഷുഗർ ഉണ്ടെങ്കിലും പഞ്ചസാര കഴിക്കും. അതെ, പണ്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ ഇൻസുലിൻ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, കഴിക്കന്നെ. പണ്ട് ആരാണ് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ചെക്ക് ചെയ്യണേ? അത് വാക്കന്നെ അറിയില്ലായിരുന്നു. ഷുഗർ കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർക്ക് കേട്ടിട്ടും കൂടെ ഉണ്ടാവില്ല. വയസ്സായി മരിച്ചു കഴിഞ്ഞു, കാരണം പോലും ഉണ്ടാവില്ല. മെഡിക്കൽ ഫീൽഡ് പുരോഗമിച്ചുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് കണ്ടുപിടിച്ചതും കൊളസ്ട്രോൾ കണ്ടുപിടിച്ചത്. പണ്ടൊക്കെ എത്രയോ മനുഷ്യര് അറ്റാക്കും ഹാർട്ട് അറ്റാക്കും ഇതൊക്കെ വന്ന് ക്യാൻസർ ഒക്കെ വന്ന് മരിച്ചു, ഒന്നും അറിയാത്തതാണ്. മെഡിക്കൽ ഫീൽഡ് അഡ്വാൻസ്ഡ് അറിയണതാണ്. ചുരുക്കി അല്ല തൈര് പൊതുവെ കഴിക്കുന്നത് നല്ലതാണ്, ശരിക്കും നല്ലതാണ്. പഞ്ചസാര നല്ലതല്ല എന്നാണ് എല്ലാരും പറയുന്ന സംഭവമാണല്ലോ. അത് മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, ബ്ലീച്ച് കുറെ ഉണ്ടാവും, അങ്ങനെ കുറെ പഞ്ചസാരയിൽ മായം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ മറ്റേ ഉപ്പിലും അതെ, മറ്റേ പൊടിയുപ്പൊക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. കുറെ പേര് കല്ലുപ്പിലോട്ടൊക്കെ എന്റെ പരിചയത്തിൽ തന്നെ കുറെ പേര് എന്റെ വീട്ടിലോ കല്ലുപ്പ് ഇട്ട് വയ്ക്കും, വെള്ളം ഒഴിക്കും, വെള്ളമാണ്. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് വീട്ടില്. അലക്സിന്റെ കല്ലുപ്പാണോ? അല്ല, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് കസിന്റെ വീട്ടിൽ ആളെപ്പോഴും കഞ്ഞി കുടിക്കാനായിട്ട് ഈ
ഈ കല്ലുപ്പിനൊരു ഭരണിയിൽ ചെറിയ ആ, ഭരണി അതില് വെള്ളം ഒഴിക്കും. വെള്ളം വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കും. പിന്നെ ഉപ്പ് തന്നെ വെള്ളമായിട്ടാണ് ഇങ്ങനെ സെന്ററിൽ നിന്ന് ഇങ്ങനെ കോരി കഞ്ഞി ഒഴിക്കുന്ന കുടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിലാകെ ഒരു പ്രശ്നമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചു വെച്ച ആൾക്കേ അതിന്റെ അളവ് അറിയുള്ളൂ. അതെ ഇതെന്തോ ഒരു എടുത്ത് സ്പൂൺ കമത്തി എടുക്കുമ്പോ അറിയും. ഈ സ്പൂണിൽ എത്ര ഉപ്പുണ്ടെന്ന് ആൾക്ക് മാത്രമേ അറിയുള്ളൂ, ശരിയാ. വേറെ ആള് വന്നെടുത്ത് അറിയില്ല. ഇവരറിയും. പിന്നെ ഇത് പറഞ്ഞ ഞങ്ങളുടെ ഒരു കസിന്റെ വീട്ടില് അവര് ഫുഡിൽ ഉപ്പ് ഇടില്ല, ആവശ്യക്കാർ ടേബിളിൽ ഇട്ടോളാം. നല്ലൊരു കാര്യമാണ്. കഞ്ഞി ചില ഹോട്ടലുകളിൽ പോകുമ്പോണ്ടല്ലോ ഉപ്പ് കിട്ടില്ല, ചോദിച്ചാലേ തരൂ. മീൽസ് ഒക്കെ കഴിക്കുമ്പോ ഉപ്പ് ഒരു അത്യാവശ്യമാണ്. ചിലർക്ക് വേണ്ട കേട്ടോ, ഹോട്ടലിലൊക്കെ കൊടുക്കും. കൊടുക്കും ചോദിച്ചാല്. ഒരു ഹോട്ടലിൽ എല്ലാം ഫ്രണ്ടിൽ വെച്ചിട്ട് ടേബിൾ ചില ഹോട്ടലിൽ വെക്കാറില്ല. പൊതുവെ ഉപ്പ് ഒരു മീഡിയത്തിലോട്ട്. അതെ, കാരണം എല്ലാവർക്കും സെർവ് ചെയ്യാനുള്ളതുകൊണ്ട് കുറഞ്ഞു പോയ പ്രശ്നമില്ല. കൂടി പോലും ചെയ്യാൻ പറ്റില്ല. ഫുഡ് മൊത്തം കളയേണ്ടി വരും. ഫുഡുകൾ ചീത്ത പേര് പറയും. ഉപ്പ് കൂടിയ പിന്നെ ഒരു കയ്പ, ഭയങ്കര ഉപ്പ് കൂടിയ പിന്നെ ഒരു തരം ഒരു ടേസ്റ്റിൽ അങ്ങനത്തെ ഭയങ്കര ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വലിയ കുഴപ്പമില്ല. അതിന്റെ മുന്നേ സാധനം ഒന്ന് കാശ് പോയി. കാശ് ഹോട്ടലാണെങ്കിൽ ഹോട്ടലാണെങ്കിൽ ഹോട്ടലിൽ കാശ് പോയി. കഴിക്കും അല്ലെങ്കിൽ കളയും. ഭക്ഷണം അങ്ങനെ ഒരു എല്ലാം കൃത്യമായാൽ മാത്രം ശരിയാവുന്ന ഒരു സാധനമാണല്ലോ ഭക്ഷണം. അൾട്ടിമേറ്റ്ലി നമ്മൾ ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണല്ലോ. തീർച്ചയായും നമ്മൾ ചെയ്യുന്ന പണികളായാലും എന്തായാലും കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ചെലവഴിക്കുന്നത് ഭക്ഷണം കഴിക്കാനാണല്ലോ. വയറെന്നുള്ളൊരു സാധനം, വിശപ്പെന്നുള്ളൊരു സാധനം ഇല്ലാതിരുന്നെങ്കിൽ എവിടെയോ ആരോ പറഞ്ഞ പോലെ ആശയത്തെക്കാൾ വലുത് ചിലപ്പോഴൊക്കെ ആമാശയമാണ്. അല്ല, എനിക്ക് ഭയങ്കര സ്ട്രൈക്കിങ് സാധനം. അതായത് ആമാശയുള്ളതുകൊണ്ടാണല്ലോ ഈ ലോകത്ത് എല്ലാം നടന്നേക്കണത്, യുദ്ധങ്ങളും ഒക്കെ നടന്നേക്കണത്. ക്യാപിറ്റലിസത്തിന്റെ അടിസ്ഥാനം തന്നെ ഇതാണ്. കമ്മ്യൂണിസം അത് തന്നെയല്ലേ, എല്ലാം വിശപ്പിൽ നിന്നാണ്. അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാവുന്ന സംഭവമാണ്. എല്ലാ കൃഷിയും മൃഗവേട്ട എല്ലാം തുടങ്ങിയത് വിശപ്പ് വന്നിട്ടാണ്. നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നി എങ്ങോട്ടൊക്കെ പോകുന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ കുറെ വിശ്വാസങ്ങളുണ്ടായി. വിശ്വാസങ്ങളായിട്ട് തന്നെ തുടരട്ടെ. കാരണം ചിലവരിപ്പോഴും അത് വിശ്വാസമായതിന്റെ പേരിൽ ഫോളോ ചെയ്യുന്നവരുണ്ട്. ആ ഒരു ആൾക്കാർക്ക് ഇതിന്നൊരു സമാധാനം കിട്ടണമെങ്കിൽ ചെയ്തോട്ടെ. ഞാൻ പറയുകയാണെങ്കിൽ മനുഷ്യ സമാധാനം കിട്ടുകയാണെങ്കിൽ എന്ത് അന്ധവിശ്വാസം ഫോളോ ചെയ്തോട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ജീവിതം വളരെ ഷോർട്ടാണ്. ഇപ്പൊ 4 നാരങ്ങ വെക്കുന്നതിന് വലിയ ചെലവൊന്നുമില്ല. മറ്റുള്ളവർക്ക് ഉപദ്രവമാവാത്ത എന്ത് അന്ധവിശ്വാസവും ആരും ചെയ്തോട്ടെ. അത് അവർക്ക് തോന്നിയാൽ മാറ്റാന്നല്ലാതെ അത് വേറെ ആളെ അടിച്ചേൽപ്പിക്കാണ്ടിരിക്കുക അവർക്ക്. പിന്നെ ഇപ്പൊ നമ്മൾ ഈ എപ്പിസോഡ് കണ്ടതിൽ നിന്ന് കുറെ എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളൊക്കെ ജസ്റ്റ് അതിന്റെ ഒരു ഭയങ്കര പെരിഫറിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല കേട്ടിരിക്കാൻ. വെറുതെ ഒരു മുകളിലത്തെ ഒരു പാളി മാത്രം അങ്ങനെ പറഞ്ഞു, ഏറ്റവും ബേസിക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി. പക്ഷെ ഇതിനൊക്കെ പിന്നിൽ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയെന്ന് വെച്ചാൽ, പണ്ടത്തെ ആൾക്കാർ നമ്മളെക്കാളും കുറച്ചും കൂടെ സയന്റിഫിക് ആയിരുന്നു. അന്ധമായി എല്ലാം വിശ്വസിക്കുന്ന മനുഷ്യരല്ല. പക്ഷെ റീസൺ അവർ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അവർ വൈ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇന്നൊരു വൈ വേണ്ട, നമ്മൾ എന്തിനെങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആവശ്യമില്ല, തള്ളിക്കളയാനാണ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളിപ്പോഴും ചെയ്യുന്നു. വൈ എന്നൊരു ചോദ്യം അത് നമ്മൾ എനിക്ക് തോന്നുന്ന ചെറുപ്പത്തിൽ നമ്മൾ പിന്നെയും ചോദിക്കും വൈ. വലുതാവും തോറും നമ്മുടെ ചോദ്യം കുറഞ്ഞ് വരും. വൈ എന്തിനു ചെയ്യുന്നു എന്ന ചോദ്യം നമുക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് നമ്മളും അടുപ്പും കുറെ കഴിയുമ്പോൾ ഒരു കാര്യം അന്വേഷിക്കണ്ട, പറഞ്ഞു ചെയ്താൽ മതി. ആ സത്യം ബ്ലോക്ക് നമ്മളേ നമുക്ക് പിന്നെ നമ്മളൊരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് പതുക്കെ എന്തേലും ആവട്ടെ. അതെ ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മൾ വണ്ടി എടുക്കാണ്, വീട്ടുകാർ പറയാണ് നാരങ്ങ വെക്ക് എന്ന് പറഞ്ഞാൽ ഇനി അത് തർക്കിച്ച് ഇവരെ അതോടെ കല്യാണങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ട് ഭയങ്കര റിബലടിച്ചിരുന്ന ആൾക്കാർ കല്യാണം കഴിക്കും. ഞാനും കേട്ടിട്ടുണ്ട്. മറ്റേ കല്യാണം റിബലായി നടന്ന ആൾക്കാർ കല്യാണം കഴിക്കുമ്പോൾ ഇതൊന്നും ചെയ്യില്ല, ആചാരങ്ങളില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇതൊക്കെ ചെയ്ത് പൂച്ചക്കുട്ടികളെ പോലെ കെട്ടും. ചോദിച്ചു പറയോ ഇനിയിപ്പോ ഇതൊക്കെ ഈ അംഗവും നല്ല ദിവസം കളയണ്ട, ഇത് മൊത്തം പറഞ്ഞ് മനസ്സിലാക്കാൻ ആ ഒരു ഇതാണെനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു വിടും. അതെ, നമ്മള് പിന്നെ ഇത് ഇപ്പോ ഇത്ര എഡ്യൂക്കേഷൻ ആക്സസിബിൾ ആയ ഒരു കാലഘട്ടം ജീവിക്കണം. ഇൻഫർമേഷൻ പണ്ടത്തെ പോലെ അല്ല. ഇന്ന് എല്ലാവർക്കും എല്ലാം എന്താ എങ്ങനെയെന്ന് അറിയാനുള്ള അവസരങ്ങളുണ്ട്. മീൻസ് ഉണ്ട്, ചാറ്റ് ജിപിടി ഉണ്ട്, എല്ലാം ഉണ്ട്. തെറ്റ് പറഞ്ഞു തരാനാണെങ്കിലും ചാറ്റ് ജിപിടി ഉണ്ട്. എന്തിനും അപ്പൊ എല്ലാം ഇന്ന് ഇങ്ങനെ അവസരമുള്ള സമയത്തും നമ്മൾ ഇത് അവെയർ അല്ലാതെ ജീവിക്കാന്ന് പറയുന്നത് ഒരു ക്രൈമാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? എല്ലാം അറിയാൻ അവസരം ഉണ്ടായിട്ട് അറിയാതിരിക്കുന്നത് ഒരു ശരികേടാണ്. അത് നമ്മളോട് തന്നെ ചെയ്യിക്കുന്ന ഒരു വഞ്ചനയാണ്. നമ്മൾ പറഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യാം. അതെല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ട് തെറ്റുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇനി ഇതേപോലത്തെ വേറെ
വിശ്വാസങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. കമന്റ് ചെയ്യാം. ഒരു ദിവസം മുഴുവൻ ചെയ്യാനുള്ളതുണ്ട്. ഇങ്ങനത്തെ അപ്പൊ പറയാനാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലെ രാജ്യത്ത് കൂട്ടുകാരുടെ അടുത്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കഥകളുണ്ടാവും. അതെ 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 തീരില്ല. ഇത്രയും ബിലീഫ്സിന്റെ നടുക്കാണ് നമ്മൾ ഇന്ത്യയിൽ അതെ, അതെ, ജീവിച്ചോണ്ടിരിക്കുന്നത്. നമ്മള് ഇഷ്ടം പോലെ വിശ്വാസങ്ങൾ, ഇഷ്ടംപോലെ വിശ്വാസങ്ങൾ, കൾച്ചർ, ആചാരങ്ങൾ, ഡൈവേഴ്സിറ്റിയുടെ ഒരു ഇതാണല്ലോ, പീക്കാണ്. പീക്കാണ്. അതിന്റെ ഒരു ഇതാണ് മറ്റേ ഒരു ആള് മരിച്ചിട്ട് ആളെ മറ്റേ എന്താ പറയാ സ്വാമിയുടെ ഒരു കേസ് ഉണ്ടായില്ലോ. സിമെന്റ് ഇട്ട് അതിന്റെ പേര് പറയല്ലോ, സമാധി സമാധിയാക്കൽ സംഭവം. സമാധിയായ കേസ്. അതൊക്കെ ഇതിന്റെ ഒരു ഇതാണ്. ആള് സമാധി, എന്നിട്ട് ആളവിടെ അത് ഞങ്ങൾ തറകെട്ടി അടച്ചിട്ട് ഞങ്ങൾ മോള് സ്ലാബ് ഇട്ട് വറുത്തത് പൊളിപ്പിച്ചു. പക്ഷെ അതായിട്ട് ചെയ്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു. ലൈക് നാച്ചുറൽ ഡെത്ത് ആയിരുന്നു. ഒരു ക്രൈം ഒന്നും ഇല്ല അതില്, നാച്ചുറൽ ഡെത്ത് തന്നെയായിരുന്നു. പക്ഷെ ആള് സമാധി ആക്കിയതാണ് ക്രൈം. സമാധി ആക്കിയതാണ്. അപ്പൊ ഓക്കെ, അപ്പോ ഇതേപോലത്തെ അടുത്ത ടോപ്പിക്സ് ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരയ്ക്കും ബൈ.